ഹായ്, നമസ്കാരം. നമ്മൾ എല്ലാവരും ഒരുപാട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു എളുപ്പമാർഗം അന്വേഷിക്കുന്നവരുമാണ്. എങ്ങനെ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ആ ഗോൾ അച്ചീവ് എളുപ്പത്തിൽ നേടിയെടുക്കാമെന്നുള്ളതാണ്. അതിനാദ്യം ചെയ്യേണ്ടത് എളുപ്പത്തിൽ എന്നുള്ള വാക്കല്ല, അവിടേക്ക് എത്താനുള്ള ഒരു ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മൾ അതായി ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. സപ്പോസ് എനിക്ക് 2027 ഒരു ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. സോ ഞാൻ ഇപ്പോഴേ കരുതേണ്ടത് എനിക്ക് ആ ബിസിനസ് ഉണ്ട്. സോ മെൻ്റലി, മൈൻഡിൽ ഐ ആം ദാറ്റ് ലെവൽ. എന്താണോ എൻ്റെ ഗോള്, ആ ലെവലിൽ ആ ഗോള് ഞാൻ എത്തി എന്നുള്ള ചിന്തയോടുകൂടി മൈൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ക്ലിയറായ വിഷനോടുകൂടി, ക്ലിയറായ ലക്ഷ്യസ്ഥാനം നമ്മൾ കറൻ്റ്ലി എന്തു ആയിക്കോട്ടെ, ബട്ട് വി ആർ ഓൾറെഡി റീച്ച് ദർ ബൈ അവർ മൈൻഡ് സെറ്റ്. സോ നമ്മൾ ഇപ്പോഴേ നമ്മുടെ മൈൻഡിൽ ഞാൻ 2027 എനിക്കൊരു ബിഗ് ഓഫീസുണ്ട് എന്നുള്ള ഒരു സെറ്റിൽ, ഇന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മോസ്റ്റ് പ്രോബബിളി യു വിൽ റീച്ച് ദർ ഇൻ ദാറ്റ് ലെവൽ വിത്തിൻ ദറ്റ് യുവർ ടൈം ഫ്രെയിം എന്നാണ് പറയുന്നത്. സോ കാരണം വിഷ്വലൈസേഷന് ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്യുക ജീവിതത്തിൽ. മൈൻഡ് സെറ്റ് അനുസരിച്ച് ഈ ലോകത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും നമ്മുടെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ്. നമ്മുടെ മൈൻഡ് വിചാരിച്ചാൽ വി വിൽ അച്ചീവ് എനിവേർ. വി ഡോണ്ട് ഹാവ് എനി ലിമിറ്റ്സ് അണ്ടിൽ വി ഗീവ് എ ലിമിറ്റ് ടു അസ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ലിമിറ്റ് കാണാതെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ഇപ്പോഴേ ആ സ്വപ്നം യാഥാർത്ഥ്യമായി എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുക. നമ്മുടെ മൈൻഡിൽ ഇപ്പോഴേ നമ്മൾ എന്താണോ നമ്മുടെ ഗോൾ അതായി എത്തിപ്പെട്ടു എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ജീവിക്കുക. ഇറ്റ് വിൽ ബി ഹാപ്പൻ. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻജോയ് ദ ലൈഫ്. ഹാപ്പി മൈൻഡ് സെറ്റ്. ടേക്ക് കെയർ. ബൈ.